രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ബെസ്റ്റി, സിറ്റുവേഷൻഷിപ്പ്, പലതരം ഷിപ്പുകളുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ്. എന്നാൽ ഇത്തരം കേസുകളോട് നമ്മുടെ കോടതികളുടെ നിരീക്ഷണം എന്താണ്? ഇത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേടന്റെ കേസിൽ ഈ അടുത്ത് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് കൃത്യമായി വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് നിലനിൽക്കണമെങ്കിൽ ആ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ ആ പുരുഷന് ആ സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന യാതൊരു ഉദ്ദേശവും ഇല്ലാതിരിക്കണം. ആ സ്ത്രീയെ ലൈംഗികമായോ ഫിസിക്കലായോ ഉപയോഗിക്കണമെന്ന ഉദ്ദേശം മാത്രമായിരിക്കണം അയാളുടെ മനസ്സിൽ. അല്ലാതെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റിലേഷൻ മുന്നോട്ട് പോവുകയും പിന്നീട് ആ ബന്ധത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിള്ളൽ വരികയും ചെയ്യുമ്പോൾ ആ പുരുഷന് ആ സ്ത്രീയെ മാരി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അത്തരം സാഹചര്യങ്ങളിൽ ആ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന അലിഗേഷൻ ഉയർത്താൻ കഴിയില്ല. ഇത് വളരെ കൃത്യമായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പല വിധിന്യായങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ബിശ്വജ്യോതി ചാറ്റർജി കേസിൽ ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനെ വേടന്റെ കേസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ പെൺകുട്ടി, ഈ അതിജീവിത ഓൾറെഡി മാരീഡ് ആണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആ വിവാഹം നിയമപരമായി നിലനിൽക്കുന്ന സമയത്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന അലിഗേഷൻ ഉയർത്താൻ കഴിയില്ല. ഇത് വളരെ കൃത്യമാണ്. ഇത് സെറ്റിൽഡ് പൊസിഷനാണ്. ഓണറബിൾ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയുടെ ഈ അടുത്ത് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇത്തരം കേസുകൾ കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ മൊറാലിറ്റിക്കല്ല, ലീഗാലിറ്റിക്കാണ് പ്രാധാന്യം.